ഹായ് ഓൾ. വെൽക്കം ടു 1IS അക്കാഡമി. ഇന്ന് നമ്മൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ ഇന്ന് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്താണ്, നമ്മുടെ പൊതുവെ നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ കേട്ടുവരുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് എന്തൊക്കെ കേട്ടിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആദ്യകാല സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്? വെരി അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ, അല്ലേ? ഡ്രെയിനേജുകൾ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ. ഈ ഇടയ്ക്ക് പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് അവിടെ നമ്മൾ മോഡേൺ ഡേയിൽ കൺസ്ട്രക്റ്റ് ചെയ്ത പല നമ്മുടെ ഈ കനാലുകളും അല്ലെങ്കിൽ പല ഡ്രെയിനേജ് സിസ്റ്റംസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് IVCയുടെ അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ചില പാർട്സ്, ആ ഭാഗങ്ങൾ, നമ്മുടെ ഈ ഡ്രെയിനേജ് ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഡ്രെയിനേജ് പോവുകയും ഏകദേശം 5000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഡ്രെയിനേജ് സിസ്റ്റം ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഒരു അത്ഭുതമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി അവരുടെ അവരുടെ കൺസ്ട്രക്ഷൻസ് ആവട്ടെ, അവരുടെ ജീവിത രീതി ആവട്ടെ, അങ്ങനെ എല്ലാ രീതിയിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഏൻഷ്യൻ സൈറ്റാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രത്യേകത? ഇതായിരുന്നു മക്കളെ ലോകത്തെ ആദ്യത്തെ സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഇത് മാത്രമാണോ നമ്മുടെ ആ സമകാലത്തുണ്ടായിരുന്ന മറ്റ് സിവിലൈസേഷനുകൾ? അല്ല, തീർച്ചയായിട്ടും അല്ല. നമുക്കറിയാം, നമ്മുടെ ഇൻഡസ് റിവറിൻ്റെയും അതിൻ്റെ റിവർ ബേസിനെയും ചുറ്റി ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷനാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഈജിപ്തിലെ നൈൽ നദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുണ്ടായിരുന്നു? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ദെൻ യാങ്സേ റിവർ അഥവാ യെല്ലോ റിവർ എന്ന് പറയുന്ന ആ ഒരു റിവറിനടുത്ത് എന്തുണ്ടായിരുന്നു? ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ദെൻ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതീരങ്ങളിൽ ഉണ്ടായിരുന്നു, അല്ലേ? ആദ്യ കാലഘട്ടങ്ങളിൽ ഹണ്ടർ ഗേദറായിരുന്ന മനുഷ്യന്മാർ കൃഷി ചെയ്യാൻ ആരംഭിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മെല്ലെ മെല്ലെ അർബനൈസേഷനിലേക്ക് വരികയും നമ്മൾ പ്രത്യേക തരത്തിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കുകയും പ്രത്യേക തരം നമ്മുടെ പൊളിറ്റിയും മറ്റുമൊക്കെ രൂപീകരിച്ച് പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ വരികയും ചെയ്തു. ഇത് ലോകം മുഴുവനും സംഭവിച്ചിട്ടുണ്ട്. അഥവാ അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഈ പറയുന്ന സിവിലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സിവിലൈസേഷനാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. പക്ഷേ എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടുന്ന കാലഘട്ടത്തിൽ, നമ്മളിവിടെ ഒരുപാട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒരുപാട് മൂവ്മെൻറ്റ്സ് നടത്തിയിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മളോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താണ് ഈ സ്വയം ഭരണം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് റൂൾ വേണം എന്ന് ചോദിക്കാൻ എന്താണ് നിങ്ങൾക്കൊക്കെയുള്ള അധികാരം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കത് ചോദിക്കാനുള്ള ഒരു റൈറ്റ് എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് ബ്രിട്ടീഷുകാർ നമ്മളോട് ചോദിക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ എന്ത് കൾച്ചറാണുള്ളത്? നിങ്ങളൊക്കെ കൾച്ചർലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ യൂറോപ്യൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ പഠിപ്പിച്ചത്, അല്ലേ? നിങ്ങൾ ഈ വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? അതായത് ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻസിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അതായത് യൂറോപ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. ഇംഗ്ലണ്ടുകാർ അഥവാ നമ്മുടെ ഇംഗ്ലീഷുകാർ പറയുന്നത് ഇത് അവരുടെ ഒരു ബേർഡനാണ് എന്നാണ് പറയുന്നത്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഈ ചോദ്യത്തിന് മുമ്പിൽ മറുപടി കൊടുക്കാൻ നമുക്കില്ല. അവർ ചോദിച്ചു, നിങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളെ ആര്യന്മാർ ഭരിച്ചിരുന്നു, പിന്നെ നിങ്ങളെ ഇൻഡോ ഗ്രീക്സ് ഭരിച്ചിരുന്നു, ദെൻ കുഷാനാസ്, സാക്കാസ്, പിന്നെ സുൽത്താനേറ്റ്സ്, പിന്നെ മുഗളന്മാർ, ഇവരൊക്കെ നിങ്ങളെ ഭരിച്ചിരുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും സെൽഫ് റൂളിൻ്റെ ഒരു ചരിത്രമുണ്ടോ? അതുപോലെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ സിവിലൈസ്ഡ് ആയിട്ടുണ്ടോ? നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ?
നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നല്ല സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ഒരു അറിവുമില്ലാത്ത നിങ്ങൾ എന്തർത്ഥത്തിലാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് എന്നാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ നമ്മളോട് ചോദിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ തന്നെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ മാർഷലിനെ പോലെയുള്ള ബ്രിട്ടീഷുകാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന എക്സ്കവേഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും, പ്രധാനമായിട്ടും ഇൻഡസ്, നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാൻ മേഖലകൾ, ആ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഹാരപ്പൻ എന്ന് പറയുന്ന, അഥവാ ഹാരപ്പ എന്ന് പറയുന്ന ഒരു സിറ്റി, നമ്മൾ ദയാറാം സഹിനി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗവേഷകൻ, അദ്ദേഹം ജോൺ മാർഷലിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ആദ്യമായിട്ട് ഹാരപ്പ എന്ന് പറയുന്ന ഒരു സിറ്റി കണ്ടെത്തുകയാണ്. സോ അതോടുകൂടി തന്നെ കൂടുതൽ എക്സ്കവേഷൻസ് നമ്മൾ നടത്തുകയും ഉടൻ തന്നെ നമ്മൾ മോഹൻജദാരോ കണ്ടെത്തുകയും പിന്നീട് നമ്മൾക്കറിയാവുന്ന ഒരുപാട് സിറ്റികൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. സോ ഈ മേപ്പിനകത്ത് നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. ഹാരപ്പ കാണാം, ദെൻ മോഹൻജദാരോ കാണാം, കോട്ടിജി കാണാം, അതുപോലെ തന്നെ ലോത്തൽ കാണാം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച് വരികയാണ്. സോ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമുക്കറിയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡിസ്കവറിക്ക് ശേഷമുള്ള എല്ലാ ഫ്രീഡം മൂവ്മെൻറ്റ്സിലും നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യമാണ് ഇൻഫെയ്ഡ് ഫ്രം ദ പാസ്റ്റിൽ നിന്ന് ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ഹോം റൂളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പോരാടുന്നു എന്നുള്ളത്. ഏതാണ് മക്കളെ ഈ പറയുന്നത് നമ്മുടെ പാസ്റ്റ്? ഏത് പാസ്റ്റിൽ നിന്ന് ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടതിനെ കുറിച്ചാണ് അവർ പറയുന്നത്? അത് ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. സോ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 3300 കാലഘട്ടം മുതൽ 1300 കാലഘട്ടം വരെ ബി സിയിൽ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. പക്ഷേ ഇതിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളുണ്ടായിരുന്നു, അഥവാ 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മെച്വേർഡ് ഹാരപ്പ എന്ന് പറയുന്ന ഒരു, അഥവാ മെച്വേർഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് ഇയർലി ഹാരപ്പയുണ്ട്, മെച്വേർഡ് ഹാരപ്പയുണ്ട്, ലേറ്റർ ഹാരപ്പയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു എന്താ പറയുക, സിവിലൈസേഷൻ്റെ ഒരു പീക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് മെച്വേർഡ് ഹാരപ്പ പീരീഡാണ്. അത് ഏകദേശം 2500 BC കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന മെച്വേർഡ് ഹാരപ്പ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ആ സൈഡ് ഞാൻ അടുത്തെടുക്കാം. സോ നമുക്കറിയാം ഇത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇൻഡസ് വാലിയുടെ തീരത്താണ്, അല്ലേ? സോ ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡസ് റിവർ മാത്രമല്ല, ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള സത്ലജ്, രവി, ബിയാസ്, ചെലം, ചെനാബ്, ഇൻഡസ്. സോ ഇങ്ങനെ സത്ലജ്, ബിയാസ്, രവി, ചെലം, ചെനാബ്, ഇൻഡസ്, ഇത്രയാണ് ഇൻഡസ് നദിയുടെ ഭാഗങ്ങളും, ഇൻഡസ് നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും. ഇതിന് പുറമേ നമ്മൾ ഗഗ്ഗർ ഹക്ര എന്ന് പറയുന്ന ഒരു നദി കൂടെ അവിടെ വരുന്നുണ്ട്. നമ്മളതിനെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് സരസ്വതി നദിയാണ് എന്നാണ്. പക്ഷെ പിന്നീട് ഇത് സരസ്വതി നദി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് ഈ സിവിലൈസേഷനെ കുറിച്ച് ഇനി ആലോചിക്കുക. ഇത് എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ഇന്ത്യക്കകത്ത് ഇത് എവിടെയൊക്കെ ഉണ്ടായിരുന്നു മക്കളെ? നിങ്ങളുടെ അറിവിൽ പാകിസ്ഥാനിൽ ഇതുണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയാം. അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. ഇന്ത്യക്കകത്ത് എവിടെയൊക്കെ ഇതുണ്ടായിരുന്നു? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനൊക്കെ ആകുമ്പോൾ ഇന്ത്യയുടെ ഒരു നോർത്ത് പാർട്ടിലായിരിക്കും അല്ലേ ഇതുണ്ടായിരുന്നത്. സോ കാശ്മീരിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നിരിക്കണം ഇല്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. ഗുജറാത്തിലുണ്ടായിരുന്നു മക്കളെ ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഉണ്ടായിരുന്ന കാണാം ഇല്ലേ? നമ്മൾ ഈ ലോത്തലിനെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തുറമുഖമാണ്, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് സിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരിക്കണം. ഇച്ചിരി കൂടെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്ര ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു മക്കളെ. മഹാരാഷ്ട്ര നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ, അഥവാ ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ UP-യിലുണ്ടായിരുന്നു മക്കളെ. ഉണ്ടായിരുന്നു. അതാണ് ഈ ഇൻഡസ് വാലിയുടെ പ്രത്യേകത.
ഇത് വളരെയധികം ഏരിയ കവർ ചെയ്ത് കിടന്ന ഒരു സാധനമാണ്. സോ നമുക്ക് ഇന്ത്യക്കകത്തുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട ബോർഡർ വരുന്നത് മേലെ കാശ്മീരിലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ബോർഡർ വരുന്നത്. എന്നാൽ ഇന്ത്യക്ക് പുറത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് ഗൈയിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ബോർഡർ വരുന്നത്. നോർത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് ഗൈ. ദെൻ സൗത്തിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലെ ദൈമാബാദ്. ഇതാണ് നോർത്ത് സൗത്ത് എക്സ്റ്റൻഷൻ ഓഫ് IVC. ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ മക്കളെ, ഈ IVC ഇത്രയാണ് എന്നല്ല, നമ്മൾ കണ്ടെത്തിയത് ഇത്രയാണ്. നിങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ കുഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ചട്ടിയുടെയോ എന്തെങ്കിലും ടെറാക്കോട്ടയുടെയൊക്കെ സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സർക്കാർ ഇവിടെ വരികയും ആ ഭാഗം മുഴുവൻ അവർ കുത്തിപ്പൊളിക്കുകയും ചെയ്യും. കാര്യം നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഈ സാധനം. കാര്യം പാർട്ടീഷന് ശേഷം നമ്മുടെ ഇൻഡസ് വാലിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. എന്തായാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം കൊടുക്കുന്ന അത്രയും പ്രാധാന്യം പാകിസ്ഥാൻ ഇതിന് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും നമ്മൾ കൊടുക്കുന്ന അത്രയും പ്രാധാന്യം അവർ കൊടുക്കാൻ സാധ്യതയില്ല. സോ കൂടുതൽ ഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് ഈ IVC ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. സോ അതുമായി ബന്ധപ്പെട്ട എന്ത് തെളിവ് കിട്ടിയാലും ഇന്നും നമ്മൾ ശേഖരിക്കാൻ തയ്യാറാണ്. അപ്പോൾ പുതിയ ഡിസ്കവറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എക്സ്റ്റൻഷൻസിലേക്ക് നമ്മൾ ഈ IVCയുടെ പാർട്ടുകൾ കണ്ടെത്തി വരികയാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ UPSC അംഗീകരിച്ച ബോർഡർ എന്ന് പറയുന്നത് സൗത്തിലേക്ക് ദൈമാബാദ് വരെയാണ്. ഓക്കെ, നൗ ഈസ്റ്റ് വെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈസ്റ്റിൽ UP, ഞാൻ പറഞ്ഞില്ലേ ഉത്തർപ്രദേശിൽ ആരുണ്ട്? IVC ഉണ്ട്. UPയിലെ ആലങ്കിപ്പൂർ. സോ UPയിലെ ആലങ്കിപ്പൂർ. ദെൻ വെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഷുട്ക ഗെന്തോർ വരെയും ഈ സാധനം നീണ്ടു നിൽപ്പുണ്ട്. സോ ഇതാണ് IVCയുടെ അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ. ദെൻ അതിൻ്റെ മാപ്പ് നമുക്ക് നോക്കാം. സോ ഈ മാപ്പിനകത്ത് നിങ്ങൾ ഈ മുണ്ട എന്ന് പറയുന്ന സാധനം കണ്ടല്ലോ, ഈ മുണ്ട എന്ന് പറയുന്നത് കാശ്മീരിലുള്ള അഥവാ ഇന്ത്യയിലെ നോർത്ത് മോസ്റ്റ് ആയിട്ടുള്ള IVCയുടെ എക്സ്റ്റൻഷനാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്കിവിടെ രാഖി ഗഡി കാണാം. രാഖി ഘറി എന്ന് എഴുതിയിരിക്കും, രാഖി ഗഡി എന്നാണ് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് ഇവിടെ ലോത്തലിൻ്റെ ഭാഗം കാണാം. സോ ഇന്ത്യക്കകത്തുള്ള എക്സ്റ്റൻഷൻസാണ് നിങ്ങൾ ഈ കാണുന്നത്. ദെൻ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ ഷുട്ക ഗെന്തോർ എന്ന് പറയുന്ന സ്ഥലം. സോ ദൈമാബാദ്. സോ ഈ ഭാഗം ഇവിടെ എല്ലാം IVCയുടെ കവറിംഗ് ആയിട്ട് വരുന്നതാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു മാപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഇതെന്താണ്? നമ്മുടെ ഇൻഡസ് റിവറാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇൻഡസ് ഉണ്ട്, ചെലമുണ്ട്, ചെനാബുണ്ട്, രവിയുണ്ട്. സോ ഇത് മൂന്നും നമ്മുടെ എന്താണ്? ചെനാബ്, രവി. ഇത് മൂന്നും പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഇത് മൂന്നും നിങ്ങൾ ഇൻഡസ് വാലി ട്രീറ്റിയെക്കുറിച്ച്, ഇൻഡസ് റിവർ ട്രീറ്റിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യക്ക് ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റി ആകെ ഒരെണ്ണമേ ഉള്ളൂ, അത് ഇൻഡസ് റിവർ ട്രീറ്റിയാണ്. അത് പാകിസ്ഥാനുമായിട്ടാണ്. അതിൽ പ്രകാരം ഈ ചെനാബ്, രവി ഇത് മൂന്നും നമ്മൾ പാകിസ്ഥാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പകരം സത്ലജ്, രവി, ബിയാസ് ഇത് മൂന്നും നമുക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട്. ഓക്കെ, ദെൻ ഖക്കർ ഹെഗ്രയുടെ ഫോട്ടോ ഇതിനകത്ത് കാണാനില്ല. കാര്യം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നദി ഇപ്പം നിലവിലില്ല, അത് അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ 2500 വർഷം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതോ ഏകദേശം 2600 മുതൽ 1900 ഒരു 19,000 BCE വരെയുള്ള, അതായത് 2600 BC മുതൽ 1900 BC വരെയുള്ള കാലഘട്ടമാണ് മെച്യൂർ ഹാരപ്പ. ഈ മെച്യൂർ ഹാരപ്പയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്നത്. ഇനി ഈ പേര് വരാൻ കാരണം എന്താണ്? ആദ്യമായിട്ട് കണ്ടെത്തിയ സിറ്റി ആയിട്ടുള്ള ഹാരപ്പയിൽ നിന്നാണ്. പിന്നീട് ഹാരപ്പ മാത്രമല്ല, ഇത് വളരെ വിശാലമായ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാക്കിയത്. സോ ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇയർലി ഹാരപ്പ ഉണ്ടായിരുന്നു, ലേറ്റർ ഉണ്ടായിരുന്നു. ദെൻ പ്രധാനപ്പെട്ട ചില ഹാരപ്പൻ സൈറ്റുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഈ കോട്ട് ഡിജി എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോട്ട് ഡിജിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ദെൻ നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് ഈ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സാധനങ്ങളാണ്.
ഇവയൊക്കെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങളിവിടെ ഈ കാണുന്നത് മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത് കണ്ടോ. നമുക്കിത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഹസ്ബൻഡുമായിട്ട് എന്തോ അടിയൊക്കെ ഉണ്ടായിട്ട് അടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വൈഫിനെ പോലെ തോന്നുന്നില്ലേ? പക്ഷേ സംഭവം ഡാൻസിങ് ഗേളാണ്. പുള്ളിക്കാരി നൃത്തം ചെയ്യുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ കണ്ടോ, ഒരു ജീവിയെ കാണാം. മറ്റേ കോവാല പോലെ ഒരു ജീവി ഇവിടെ കാണാം. ഇതൊക്കെ സീലുകളാണ്. ഈ സീലുകൾ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, പ്രത്യേക തരത്തിലുള്ള പാത്രങ്ങളാണ്, മൺപാത്രങ്ങളാണ്, ഹോളുകളുള്ള. ഇത് അരിപ്പായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന സാധനമാകാനാണ് സാധ്യത. ഗ്രേ കളറിലുള്ള ഗ്രേ പോട്ട് കാണാം. വളരെയധികം പെയിൻറ് ചെയ്ത പോട്ടുകൾ കാണാം. സോ ഇതൊക്കെ IVCയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. IVCയിലെ പോട്ടുകളെക്കുറിച്ച്, IVCയിലെ സ്റ്റാച്യൂസിനെ കുറിച്ച്, ഇതല്ലാതെ ഒരു ബിയേഡഡ് പ്രീസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവരുടെ ഇവിടുത്തെ മറ്റ് സ്ട്രക്ചറുകൾ, ഗ്രേറ്റ് ബാത്ത് പോലെയുള്ള സ്ട്രക്ചറുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. സോ അതിനു മുമ്പ് നമുക്ക് ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കാം. നമ്മൾ ശരിക്കും IVCക്ക് അകത്തേക്ക് കയറുകയാണ്. മക്കളെ, നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ആരും IVCയിൽ പോയി എടുത്ത ഫോട്ടോയല്ല. ഇത് അവരെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ നിന്ന് ചിത്രകാരൻ വരച്ചെടുത്ത സാധനമാണ്. പക്ഷേ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് അവിടെ അവശേഷിക്കുന്ന അവശേഷിപ്പുകളിൽ നിന്നും ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, അവരുടെ എഴുത്തുകളൊന്നും നമുക്ക് ഇതുവരെ ഡീസൈഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് നമുക്ക് ഡീസൈഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവരെക്കുറിച്ച് ആ സമയത്തുണ്ടായിരുന്ന മറ്റ് നമ്മൾ ഈ പറയുന്ന മെസ്സോപ്പൊട്ടോമിയൻസും മറ്റുമൊക്കെ മെലൂഹാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. മെലൂഹസിനെ കുറിച്ചൊക്കെ ഭയങ്കര വിശദീകരണമാണ്. ആ മെലൂഹൻ പുരുഷന്മാർ ഭയങ്കര സുന്ദരന്മാരാണ്. മെലൂഹയിലെ സ്ത്രീകൾ വളരെയധികം ആഭരണം ധരിക്കുന്നവരാണ്. മെലൂഹയിലെ മനുഷ്യന്മാർ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ തെരുവുകളൊക്കെ ഇങ്ങനെ സുഗന്ധം വമിക്കുമെന്നാണ് ആ മെസ്സപ്പൊട്ടോമിയക്കാർ എഴുതി വെച്ചേക്കുന്നത്. അതായത് മെലൂഹയിലെ മനുഷ്യന്മാർ പെർഫ്യൂം യൂസ് ചെയ്തിരുന്നു. മെലൂഹയിലെ സ്ത്രീകൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമായിരുന്നു. സോ നമ്മുടെ ഇന്നത്തെ ആൾക്കാരെക്കാരും ഭയങ്കര ഇവരുടെയൊക്കെ ഒരു സൗന്ദര്യബോധം എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ വേറെ ലെവലാണ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു സിറ്റിയിലേക്ക് വരാം. നിങ്ങൾ ഈ കാണുന്നത് ലോത്തൽ എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റിയാണ്. മക്കളെ, നിങ്ങൾക്ക് എന്തൊക്കെ കാണാം ഇവിടെ? കണ്ടോ, ഇവിടെ ഒരു കനാല് സെറ്റ് ചെയ്തിട്ട്, സോ കനാല് വഴി വെള്ളം താഴേക്ക് കണ്ടോ കൊണ്ടുവരുന്നു അല്ലേ? ആ വെള്ളം വന്ന് ഇവിടെ ഒരു ടാങ്കിനകത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ്. എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലേ? നിങ്ങൾക്ക് വേറെ ഇവിടെ എന്ത് കാണാടാ? ഇത് കണ്ടോ, ഇത് സ്കൂളാണോടാ? ഇത് സ്കൂളല്ല, ഇത് ഗ്രേനറിയാണ്. ഗ്രേനറി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കുന്ന നെല്ലറ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ഗ്രേനറി. ഈ ഗ്രേനറി എന്താ ഇത്രയും പ്രത്യേകത? ഗ്രേനറി അങ്ങനെ എടുത്തു പറയേണ്ട കാരണം എന്തുവാ? കാരണം ഇത്രയും വലിയൊരു ഗ്രേനറി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ അഗ്രികൾച്ചറൽ സർപ്ലസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ അഗ്രികൾച്ചർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റുകളെ അവരൊരു സ്ഥലത്ത് ശേഖരിച്ച് വെച്ചിരുന്നു. നിങ്ങൾക്കിതിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം. മറ്റ് വീടുകളും മറ്റ് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ആ സൈഡിലൊക്കെ കാണുന്നില്ലേ? വീടുകളൊക്കെ എവിടെയാണ്? അതാ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വീടുകളും മറ്റുമൊക്കെ കാണാം, ചെറിയ ബിൽഡിങ്ങുകളും. അതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം വലുതാണ് ഈ ഗ്രേനറി അല്ലേ? സോ ഗ്രേനറിയുടെ ആ ഒരു വലിപ്പത്തിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവർ വളരെയധികം കാര്യക്ഷമമായി തന്നെ ആ സിവിലൈസേഷൻ്റെ ഒരു വലിയ ഏരിയയിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ശേഖരിച്ചിരുന്നു. ഇതിങ്ങനെ വെറുതെ ആയിരിക്കും അവർ ശേഖരിച്ചിരുന്നത്? ഒരിക്കലുമല്ല, കൃത്യമായ ഡിസ്ട്രിബ്യൂഷൻസ് നടത്തിയിരുന്നു. ആലോചിച്ച് നോക്കൂ മക്കളെ, ഇന്ന് തന്നെ നമുക്ക് റേഷൻ കടയിൽ കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു എന്താ പറയുക, ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ കാണുന്നത് മോഹൻജദാരോയിലെ സിറ്റിയുടെ സ്ട്രക്ചറാണ്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റുന്നു? നിങ്ങൾ നോക്കിയേ, കുറേ കട്ടകളൊക്കെ അടുക്കി വെച്ചേക്കുന്നത് കാണാം അല്ലേ? ദെൻ ഇവിടെ ഒരു അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ഒരു സാധനം കാണാം അല്ലേ?
ഇതെന്താ മക്കളെ ഈ കാണുന്ന സാധനം? ഇതെന്തുവാ? അത് നിങ്ങൾ നോക്കേണ്ട, അത് IVCയിലുള്ളതല്ല. അത് പിന്നീട് ഏതോ ബുദ്ധമതക്കാർ പണിത് വെച്ച ബുദ്ധിസ്റ്റ് സ്തൂപയാണ്. സോ ആ സ്തൂപ അങ്ങ് ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഈ കാണുന്ന ഈ സ്ട്രക്ചറൊക്കെ IVCയുടെ ഭാഗമാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഉയർന്ന ഒരു പ്ലാറ്റ്ഫോം കാണാം, ദെൻ കീഴേക്ക് താഴ്ന്ന കുറച്ച് മേഖലയും കാണാം. അതായത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന് മേലെയായിട്ട് വളരെയധികം ഉയർന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങോട്ടൊരു മിഡിൽ ലെവൽ അല്ലേ. പിന്നെ അവിടെ നിന്ന് വീണ്ടും താഴേക്കായിട്ട് താഴ്ന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. സോ ഈ മേലെ ഉയർന്നിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ സിറ്റാഡൽ എന്നാണ് വിളിക്കുക. സിറ്റാഡൽ പ്രധാനമായിട്ടും വെസ്റ്റ് ഭാഗത്ത്, ഇപ്പം നമ്മൾ സിറ്റി ഇങ്ങനെ ചരിച്ച് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. ഇത് ഈസ്റ്റ് ഭാഗം, ഇത് വെസ്റ്റ് ഭാഗം. വെസ്റ്റ് ഭാഗം അല്പം ഉയർന്നിട്ടായിരിക്കും. ഈ ഉയർന്ന ഭാഗത്തിനെയാണ് നമ്മൾ സിറ്റാഡൽ എന്ന് വിളിക്കുക. സിറ്റാഡലിൻ്റെ പ്രത്യേകത ഈ പ്രധാനമായിട്ടുള്ള നമ്മൾ അഡ്മിനിസ്ട്രേഷനൊക്കെ നടന്നിരുന്ന ഭാഗം സിറ്റാഡലാണ്. എന്തുകൊണ്ടായിരിക്കും മക്കളെ അഡ്മിനിസ്ട്രേഷൻ സിറ്റാഡലിൽ നടത്തുന്നത്? ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന സ്ഥലം ഇങ്ങനെ ഉയർത്തി കെട്ടുന്നത് എന്തിനായിരിക്കും? പല പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ശത്രുക്കളോ മറ്റാക്രമണങ്ങളോ മറ്റോ ഒക്കെ ചുറ്റും വരുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ദൂരെ നിന്ന് തന്നെ പെട്ടെന്ന് നോക്കിക്കാണാൻ പറ്റും. ഒന്ന്. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞു ഇത് ഇൻഡസ് വാലിയുടെയും മറ്റുമൊക്കെ തീരത്താണ്. സോ നദി വെള്ളം കയറുന്ന സമയത്ത് ഈ നമ്മുടെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങൾ അഥവാ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബൊക്കെ പെട്ടെന്ന് വെള്ളത്തിനടിയിലാവുകയോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ മൊത്തം കാര്യങ്ങളെ ബാധിക്കും അല്ലേ. സോ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ പെട്ടെന്നൊരു ക്ലൈമറ്റിക് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനൊക്കെ ഈ ഒരു സ്ട്രക്ചർ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. ദെൻ ഒബ്വിയസ്ലി അവിടെ നമുക്കൊരു ക്ലാസ് ഡിഫറൻസ് ഉണ്ടായിരുന്നിരിക്കാം. അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അഥവാ കുറച്ച് റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ അവരിവിടെ താമസിച്ചിരുന്നിരിക്കാം എന്ന് നമുക്ക് പറയാം. നമുക്ക് ശരിക്കും അറിയില്ല കേട്ടോ മക്കളെ, എന്താണ് ഇവിടുത്തെ റൂളിംഗ് സിസ്റ്റം, എന്തായിരുന്നു അവരുടെ കാര്യങ്ങൾ. അവിടെ രാജാവ് ഉണ്ടായിരുന്നു, അവിടെ ഇനിയിപ്പോൾ എന്താണ് റിപ്പബ്ലിക് ആയിരുന്നോ, എന്താണ് അവരുടെ സംഗതി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. കാരണം വേറൊന്നുമില്ല, ഇവരുടെ ലാംഗ്വേജ് നമുക്ക് ഡീസൈഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിനാണ് കാരണം. സോ നമ്മൾ പറഞ്ഞ സിറ്റാഡൽ ഈ കൊടുത്തിരിക്കുന്ന സാധനമാണ്, കണ്ടോ സിറ്റാഡൽ. സോ സിറ്റാഡലിനെ കുറിച്ച് എന്താ പറയുന്നത്? ജനറലി സീൻ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺ റൈസ്ഡ് പ്ലാറ്റ്ഫോമിലായിരിക്കും ഉണ്ടാവുക. ജനറലി ഇറ്റ് വിൽ ബി ഇൻ ദ വെസ്റ്റ് സൈഡ് ഓഫ് ദ സിറ്റിയുടെ വെസ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഇത് റൈസ്ഡ് ആയിരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും? as we already said, ഇത് എന്തിനുള്ള സ്ഥലമാണ്? സിറ്റാഡൽ ഈസ് ദ പ്ലേസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് ദൂരെ നിന്നൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? റൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് നല്ലത്. അതുപോലെ തന്നെ ഇഫ് സം ഫ്ലഡ് ഓർ എനി ക്ലൈമറ്റിക് ഇഷ്യൂസ് ആർ ഹാപ്പനിങ്, അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്കറിയാം എല്ലാ രക്ഷാപ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് പൊതുവേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബുകളിൽ ഇരുന്നായിരിക്കും, സിറ്റാഡലിൽ ഇരുന്നായിരിക്കും അല്ലേ. സോ സിറ്റാഡൽ ഷുഡ് ബി ദ ലാസ്റ്റ് പ്ലേസ് വിച്ച് ഈസ് സപ്പോസ്ഡ് ടു ബി അഫക്റ്റഡ് ബൈ ദ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലവും മുങ്ങിയ ശേഷമേ എന്ത് മുങ്ങാവൂ? ഈ പറയുന്ന സിറ്റാഡൽ മുങ്ങാവൂ എന്നുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെയാണ് അതിനുള്ളത്. പിന്നെ എന്താണ്? സിറ്റാഡൽ പൊതുവെ വോൾഡ് ആയിരിക്കും, മതിൽ കെട്ടി വേർതിരിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയും കേട്ടോ. ഏതൊക്കെ ഹാരപ്പൻ സിറ്റികളിലാണ് മൊത്തത്തിൽ വോളുള്ളത്, എവിടെയൊക്കെയാണ് വോളില്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച്, പ്രധാനപ്പെട്ട സ്ട്രക്ചർ എല്ലാം നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ജനറലി മനസ്സിലാക്കിയിരിക്കുക, പൊതുവെ സിറ്റാഡൽ ഈസ് ഓൾവേസ് എന്താണ്? ഫോർട്ടിഫൈഡ്. എപ്പോഴും ഒരു കോട്ട കെട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടി അതിൻ്റെ ഉള്ളിലായിരിക്കും സിറ്റാഡൽ വെച്ചിരിക്കുക. ദെൻ സിറ്റാഡൽ അല്ലാതെ നമ്മുടെ ഈ ബാക്കി സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്നത് ലോവർ ടൗൺ എന്നാണ്. ലോവർ ടൗൺ, സിറ്റാഡൽ ഉയർന്ന സ്ഥലം, മറ്റേത് ലോവർ ടൗൺ. സോ ലോവർ ടൗൺ ചില സമയങ്ങളിൽ എന്തായിരിക്കും? ഫോർട്ടിഫൈഡ് ആയിരിക്കും, ചില സമയത്ത് നോൺ ഫോർട്ടിഫൈഡ് ആയിരിക്കും. ഫോർട്ടിഫൈ ചെയ്യാത്ത സിറ്റാഡൽ ലോവർ ടൗൺ ഉള്ള സ്ഥലങ്ങളുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന സിറ്റാഡലിനും ലോവർ ടൗണിനും ഇടയിൽ ഒരു മിഡിൽ ടൗണും കാണാൻ പറ്റും. സോ ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതാണ് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന
മോഹൻജദാരോയിലെ അല്ലെങ്കിൽ ജനറൽ IVCയിലെ ഒരു 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 എന്താ പറയുക സിറ്റിയുടെ ഒരു രീതി. ഇനി ഇതിന് പുറമെ വേറെ എന്തെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും? നിങ്ങളിതാ കാണുന്ന സാധനം. ഒന്ന്, ഗ്രിഡ് പാറ്റേൺ. ഇവിടെയാണ് ഞാൻ എഴുതുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ മക്കളെ? ഇവിടെ കണ്ടോ, ഗ്രിഡ് പാറ്റേൺ. എന്താ മക്കളെ ഗ്രിഡ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രിഡ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ റോഡ് ഇങ്ങനെ പോവുകയാണ് എങ്കിൽ സബ് റോഡുകളൊക്കെ ഏകദേശം 90 ഡിഗ്രിയിൽ ഈ മെയിൻ റോഡിലേക്ക് വന്ന് ഇങ്ങനെ മീറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് റോഡ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഇപ്പോൾ മെയിൻ റോഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ പോക്കറ്റ് റോഡുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വന്ന് കയറുന്നത് കാണാം, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോക്കറ്റ് റോഡ് വന്ന് കയറുന്നത് കാണാം അല്ലേ? പക്ഷേ ഗ്രിഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇതല്ല, ഈ പറയുന്ന സാധനമാണ്. ഇതാണ് ഗ്രിഡ് പാറ്റേൺ. അതായത് മെയിൻ റോഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, മെയിൻ റോഡിൽ നിന്ന് ഓൾമോസ്റ്റ് 45 ഡിഗ്രിയിൽ പോക്കറ്റ് റോഡ്സ് വന്ന് കട്ടാകും. ഇതിനെയാണ് ഗ്രിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഗ്രിഡ് പാറ്റേൺ എന്താ ഭയങ്കര സംഭവമാണോ? ഗ്രിഡ് പാറ്റേണിലുള്ള റോഡുകൾ. അപ്പോൾ എന്താണ് ഗ്രിഡ് പാറ്റേൺ റോഡുകളുടെ പ്രത്യേകത? എന്താ മക്കളെ പറഞ്ഞത്? അതായത് ഗ്രിഡ് പാറ്റേൺ റോഡുകൾ എന്ന് പറയുന്നത് ഒരു മെയിൻ റോഡ് ഇങ്ങനെ പോയിട്ടുണ്ടാകും, ആ മെയിൻ റോഡിലേക്ക് 90 ഡിഗ്രിയിലായിരിക്കും പോക്കറ്റ് റോഡുകൾ കട്ട് ചെയ്ത് കയറുന്നത്. ഈ ഗ്രിഡ് പാറ്റേൺ ഭയങ്കര സംഭവമാണോ? ആണ്. ഇതറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മോഡേൺ ഡേയിലെ പ്ലാൻഡ് സിറ്റികൾ നോക്കുക. അതായത് നിങ്ങളുടെ സിറ്റി പ്ലാൻഡ് സിറ്റിയാണോടാ? നിങ്ങളുടെ സിറ്റി പ്ലാൻഡ് സിറ്റിയാണോ മക്കളെ? പ്ലാൻഡ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം കയറുന്ന സിറ്റികളൊന്നുമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ തോന്നുന്ന മാതിരി റോഡൊക്കെ വന്ന് കയറുന്ന സിറ്റികളല്ല. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ പ്ലാൻഡ് സിറ്റികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ UAE പോയി കഴിഞ്ഞാൽ, US പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് പ്ലാൻഡ് സിറ്റികൾ കാണാൻ സാധിക്കും. സോ ഈ പ്ലാൻഡ് സിറ്റികളിലൊക്കെ പൊതുവെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രിഡ് പാറ്റേൺ ആണ്. സോ ഞാൻ പിന്നീട് ഇത് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ സ്ലൈഡ് കുറച്ച് പിന്നീടാണ് കിടക്കുന്നത്, ഞാനത് കാണിക്കാം. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഗ്രിഡ് പാറ്റേൺ റോഡുകൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മക്കളെ ആലോചിക്കണം, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യർ ആ സാധനം ഉപയോഗിച്ചിരുന്നു. അപ്പം മക്കളെ ഇവരുടെ ഐഡിയ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐഡിയ ആണ്. ഇനി അടുത്തെന്താ, ഇവരുടെ അടുത്തൊരു പ്രത്യേകതയാണ് ബേൺഡ് ബ്രിക്സ്. മക്കളെ നമ്മുടെയൊക്കെ വീട് നമ്മൾ എന്തിലാണ് നിർമ്മിക്കുക? നമ്മൾ വീട് നിർമ്മിക്കാൻ പല സാധനങ്ങൾ ഉപയോഗിക്കും അല്ലേ? എന്നാലും പ്രധാനമായിട്ടും കട്ട ഉപയോഗിക്കുമല്ലോ. നമ്മൾ ഹോളോ ബ്രിക്സ് കല്ല് അഥവാ സിമൻറ്റ് കട്ട ഉപയോഗിക്കുന്നവരുണ്ട്, മൺകട്ട ഉപയോഗിക്കുന്നവരുണ്ട്, പിന്നെന്താണ് ചുടുകൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഇച്ചിരി ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, ഇച്ചിരി റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട് വയ്ക്കുമ്പം കൂടുതലും ചുടുകല്ലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്താ മക്കളെ ചുടുകല്ലിൻ്റെ പ്രത്യേകത? ചുടുകല്ല് നല്ല ഡ്യൂറബിളാണ്. അത് നല്ല എന്താ പറയുക, ഒരു മികച്ച ഒരു കൺസ്ട്രക്ഷൻ സാധനമാണ് ഈ പറയുന്ന ചുടുകല്ല്. ഈ ചുടുകല്ല് എന്ന് പറയുന്ന സാധനം ഭയങ്കര ടെക്നോളജിക്കൽ എക്സ്പെർട്ടീസ് വേണ്ട സാധനമാണ്. അതായത് ഒരു മനുഷ്യന് മനസ്സിലാകണം, ഈ മണ്ണിനെ കുഴച്ചിങ്ങനെ വെറുതെ വെക്കുന്നതിനേക്കാൾ, അതിനെ വെയിലിൽ ഉണക്കിയെടുക്കുന്നതിനേക്കാൾ ഈ സാധനം നമ്മൾ ചുട്ടെടുത്തു കഴിഞ്ഞാൽ, ബേൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ ചുടുകല്ലിൻ്റെ ഉപയോഗത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ചുടുകല്ലിൻ്റെ പ്രത്യേകത, ഇതിനെ നമ്മൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആവശ്യത്തിന് ഹീറ്റ് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് പ്രശ്നമുണ്ടാകും. മക്കളെ IVCയിലെ നമ്മുടെ മനുഷ്യർ ചുടുകല്ല് കൊണ്ട് വീട് നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ ഈ പറയുന്ന ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ചുടുകല്ല് കൊണ്ട് വീട് നിർമ്മിക്കാത്ത, എന്താ പറയുക, മൺകട്ടയിൽ വീട് വെച്ച സ്ഥലങ്ങളും IVCയിലുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതൊക്കെ വളരെ എന്താ പറയുക എക്സെപ്ഷണൽ കേസുകളാണ്, അതിനെക്കുറിച്ച് നമ്മൾ പറയും. പക്ഷേ പൊതുവേ അവർ ബേൺഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് ബേൺഡ് ബ്രിക്സിൻ്റെ അഡ്വാൻറ്റേജസ് അറിയാമായിരുന്നു. കൃത്യമായിട്ട് അത് എത്ര ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ചെയ്യണമെന്ന ടെക്നോളജി അവർക്കുണ്ടായിരുന്നു. സോ അവരത്രയും എന്താ പറയുക വെൽ അവെയർ ആയിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, അത് മറ്റൊരു പ്രത്യേകത, ഈ ബ്രിക്സ് എല്ലാം ഒരേ റേഷ്യോയിലുള്ളവയായിരുന്നു മക്കളെ. അതായത് ഈ IVC സൈറ്റിലെ പിക്ചർ നിങ്ങൾ കണ്ടില്ലേടാ മക്കളെ? ഈ കട്ടകളൊക്കെ നോക്കിയടാ, ഇത് ഓരോ കട്ടയും ഓരോ വലിപ്പത്തിലാണോ അവിടെ ഇരിക്കുന്നത്? നിങ്ങൾ പറയും ശരിയാണല്ലോ സാറേ, ഇത് ചെറിയ കട്ട, ഇത് വലിയ കട്ട. മക്കളെ അങ്ങനെയല്ലടാ, ഇതൊരു കട്ടയാണ് എങ്കിൽ ഇത് വേറൊരു കട്ടയാണ്. കണ്ടോ, ഇത് വേറൊരു കട്ടയാണ്. മക്കളെ 5000 വർഷങ്ങളൊക്കെ ആയില്ലേടാ. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട്
സ്ട്രക്ചറിൻ്റെ കാലപ്പഴക്കം കാരണം ചെറിയ ചെറിയ രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ജനറലി ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഒരേ അളവിലുള്ള കട്ടകളാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. 4:2:1 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോയിലുള്ള ചുടുകട്ടകളാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. സോ അതിനെന്താ ഇമ്പോർട്ടൻസ് മക്കളെ? ഒരു സ്റ്റാൻഡേർഡ് അളവിലുള്ള കല്ലുകൾ അഫ്ഗാനിസ്ഥാൻ മുതൽ രാജസ്ഥാൻ വരെയുള്ള സ്ഥലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം സെൻട്രലൈസ് ചെയ്തിരുന്ന, അഥവാ ഇതെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരു ബോഡി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വ്യക്തമാണ്. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും അവിടെ ഉപയോഗിക്കുന്ന ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കട്ടകളായിരിക്കില്ല ഉപയോഗിക്കുന്നത്, അവരുടേതായിട്ടുള്ള മെഷർമെൻറ്റിലായിരിക്കില്ല ഉപയോഗിക്കുന്നത്. ഇതങ്ങനെയല്ല, മൊത്തത്തിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടായിരുന്നു? നല്ലൊരു സെൻട്രലൈസേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ഗ്രാനറികളെക്കുറിച്ചും ധാന്യ വിതരണത്തിനെ കുറിച്ചും പറഞ്ഞ സമയത്ത് നമ്മൾ ആ കാര്യം പറഞ്ഞതാണ്. ദെൻ ഇതേ സമയത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന മെസ്സപ്പൊട്ടോമിയയിലൊക്കെ അവർ സൺ ഡ്രൈഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ മക്കളെ, ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം. നിങ്ങൾ ഈ നമ്മുടെ ഈ സിറ്റാഡലിനെ കുറിച്ചുള്ള, അടുത്ത സിറ്റാഡൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സിറ്റാഡലിനെ കുറിച്ചുള്ള പ്രീവിയസ് സ്ലൈഡിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കാണാം. എന്താണ്? സിറ്റാഡൽ പൊതുവേ ഫോർട്ടിഫൈഡ് ആണ്, അതിന് മതിലുണ്ടെന്ന് കാണാം. ദെൻ സിറ്റാഡലിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ബിൽഡിംഗ് സച്ചസ് ടെമ്പിൾസ്, ദെൻ പ്ലേസസ് ഓഫ് ഗ്രാനറീസ്, ഇതൊക്കെ എന്തിനകത്താണ്? നമ്മുടെ സിറ്റാഡലിനകത്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ടെമ്പിൾസ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴുള്ള നമ്മുടെ ചില ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിൻ്റെ ബുക്സിനകത്ത് ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഞാൻ ഈ സ്ലൈഡിൽ ഇങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. ശരിക്കും മക്കളെ, നമുക്കറിയില്ല നമ്മുടെ IVCയിലെ പീപ്പിൾസ് ടെമ്പിൾസ് യൂസ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ IVCയിൽ നമ്മൾ കണ്ടെത്തിയ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ശരിക്കും ടെമ്പിൾ ആണോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആരാധനാ രീതി എന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. ചില സ്ട്രക്ചറുകൾ നമ്മളിപ്പോൾ ടെമ്പിളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ശരിക്ക് UPSC പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ IVCയിൽ ടെമ്പിളുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചരിത്രകാരന്മാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു നിരീക്ഷണം ഉള്ളത് കൊണ്ട് അങ്ങനെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തൽക്കാലം അങ്ങനെയുള്ള സാധനം UPSC ഏതെങ്കിലും എക്സാമിൽ കൺഫേം ചെയ്ത ശേഷം മാത്രം നിങ്ങളത് കൺഫേം ആയിട്ട് എടുത്താൽ മതി. തൽക്കാലത്തേക്ക് IVCയിൽ ടെമ്പിളുകൾ ഇല്ലായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. എന്നാൽ അതേസമയം ഇതിന് പാരലായിട്ടുണ്ടായിരുന്ന മറ്റ് സിവിലൈസേഷനുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് ടെമ്പിൾസ് കാണാൻ സാധിക്കും. വലിയ വലിയ ടെമ്പിളുകൾ, വലിയ വലിയ സ്ട്രക്ചറുകൾ അല്ലേ. ഇപ്പോൾ നമ്മുടെ ഈജിപ്തിലെ പിരമിഡുകൾ പോലെയുള്ള കൂറ്റൻ സ്ട്രക്ചറുകൾ, ഇങ്ങനെയുള്ള സംഗതികളൊന്നും പൊതുവേ ഇവിടെ ഇല്ല, IVCക്കകത്തില്ല. സോ IVCയിൽ പൊതുവെ ചെറിയ ബിൽഡിങ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുക. വലിയ ബിൽഡിങ്സും കാണാൻ പറ്റും, അത് ബിൽഡിങ്ങിൻ്റെ വലിപ്പത്തിൽ വലുതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഗംഭീരമായിട്ടുള്ള ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയുക, ഈ അവരുടെ റിസോഴ്സ് വളരെ യുക്തിപൂർവ്വം ഉപയോഗിച്ചിരുന്ന മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ ദൈവാരാധന നടത്തിയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം മദർ ഗോഡസ് എന്ന് പറയുന്ന ഒരു ഗോഡസിൻ്റെ ടെറാക്കോട്ട സ്ട്രക്ചറുകൾ, രൂപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് വേറെ ഒരാൾ ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് ഇത് യോഗിക് പോസ്ചറിലിരിക്കുന്ന ശിവൻ്റെ പ്രോട്ടോ ശിവ ആണ് എന്ന് നമ്മൾ, പശുപതി മഹാദേവൻ എന്ന് നമ്മളിപ്പോൾ അതിനെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയില്ല ശരിക്കും എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷേ എന്തായാലും അവർ എന്താ പറയുക, ഒരു മദർ ഗോഡസ് വർഷിപ്പൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമുക്കിത് എങ്ങനെ മനസ്സിലായി അവർക്ക് മദർ ഗോഡസ് വർഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത്? നമ്മുടെ പ്രീവിയസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്, നമ്മളിത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഹിസ്റ്ററിക്കകത്ത് നമുക്ക് കൃത്യമായ രേഖകളില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ അസംഷൻസാണ് അല്ലേ. നമുക്ക് ഒരുപാട് വീടുകളിൽ നിന്ന്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീടുകളിൽ, വ്യത്യസ്തമായുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതായത് മദർ ഗോഡസ് അഥവാ ഒരു ലേഡിയുടെ, ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ള ചെറിയ പ്രതിമകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു വീടിൽ നിന്നല്ല, 10,000 കണക്കിന് വീടുകളിൽ നിന്ന്, ലാർജ് ഏരിയയിൽ നിന്ന് ഒരേ സാധനം കിട്ടിയിട്ടുണ്ട്.
സോ ഏകദേശം എല്ലാ വീടുകളിലും ഒരേ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഏതോ ഒരാളിൻ്റെ ഫോട്ടോ കൃത്യമായി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ ഫോട്ടോ ആവാനുള്ള സാധ്യതയായിരിക്കും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയോ അമ്മയുടെ ഫോട്ടോയോ ഒക്കെ എല്ലാ വീട്ടിലും വെച്ചേക്കോ? ഇല്ല. സോ അങ്ങനെയാണ് എല്ലാ വീട്ടിൽ നിന്നും കിട്ടിയതുകൊണ്ട് മദർ ഗോഡസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവർക്ക് ദൈവാരാധന ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സൂപ്പർസ്റ്റിഷ്യൻസിൽ അവർ വിശ്വസിച്ചിരുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ലാർജ് ടെമ്പിൾസോ അങ്ങനെയുള്ള റിച്വൽ സ്ട്രക്ചറുകളോ അവർക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ ഹിയർ കംസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, നമ്മൾ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം. IBC പീപ്പിളിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെയാണ്. എന്താ മക്കളെ ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത? ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് ഉള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ്. കൃത്യമായി എല്ലാ വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം വഴി ഒരു മെയിൻ ഡ്രെയിനേജിലേക്ക് വരികയും ആ മെയിൻ ഡ്രെയിനേജ് ഇതിനെ കൃത്യമായിട്ട് സിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ദെൻ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ അകഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടായിരുന്നു. അതിന് പുറമെ ഈ ഡ്രെയിനേജൊക്കെ കൂടി നമ്മുടെ വഴി പോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ കൃത്യമായി ഡ്രെയിനേജുകൾ അടച്ച് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം പറയാം. നമുക്ക് ഈ കൃത്യമായിട്ടുള്ള ഡ്രെയിനേജുകളിൽ നിന്ന് മനസ്സിലാകുന്ന വേറൊരു കാര്യം, നമുക്ക് IBC സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റികളിൽ പൊതുവേ കൃത്യമായി IBC സിറ്റിയുടെ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണിക്കാം. ഇതവരുടെ വീടുകളാണ്. സോ IBC സിറ്റിയിൽ കൃത്യമായിട്ടുള്ള റോഡുകളും ഡ്രെയിനേജുകളും കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരാദ്യം സിറ്റി പ്ലാൻ ചെയ്തു. സിറ്റി പ്ലാൻ ചെയ്തിട്ട് ഇവരാദ്യം ഈ റോഡുകളും പിന്നെ ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റവും നിർമ്മിച്ചു. അതിനുശേഷം ഇതിനനുസരിച്ച് ഇവർ വീടുകൾ വെക്കുകയാണ് ചെയ്തത്. ഓക്കെ, വീടുകൾ വെച്ച ശേഷം വീട്ടിൽ നിന്ന് ഡ്രെയിനേജ് എടുക്കുകയും പിന്നീട് റോഡ് പണിയുകയും അല്ല ഇവർ ചെയ്തത്. പിന്നെയോ ഇവരാദ്യം റോഡും ഡ്രെയിനേജും ഈ രണ്ട് സാധനവും പ്രോപ്പറായി ചെയ്ത ശേഷം പിന്നീട് വീടുകൾ പണിയുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം മക്കളെ, ഇവർ വെറുതെ ഇരുന്നിട്ട് അവരുടെ ഒരു ബിൽഡിംഗ് നടത്തിയതല്ല. കൃത്യമായിട്ട് ഇവർ ഈ സിറ്റി പ്ലാൻ ചെയ്ത് തന്നെ നിർമ്മിച്ചതാണ്. ഇവർ മറ്റെവിടെയോ ഇരുന്ന് ഇത് പ്ലാൻ ചെയ്തു. ഇവർ ഇരുന്നായിരിക്കും ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പറയുന്നത് ഈ പ്രീ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് നമ്മൾ പറയുന്ന, അഥവാ ഇതിൻ്റെ പ്രീ ഹാരപ്പൻ എന്നല്ല, ഏർലി ഹാരപ്പൻ പീരീഡിലുള്ള സമയത്ത് ഈ പ്രധാന സിറ്റികളിൽ നിന്നും ദൂരെ താമസിച്ചിരുന്ന ആൾക്കാർ അവിടുത്തെ എന്തൊക്കെയോ കാരണത്താൽ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഒരു വലിയ പ്ലാനിങ് ഒക്കെ നടത്തി വളരെ വ്യക്തമായ പ്ലാനോട് കൂടി അവർ ഈ പറയുന്ന കനാലുകളും ഈ പറയുന്ന ഡ്രെയിനേജും റോഡും ഒക്കെ വെച്ചിട്ട് കൃത്യമായ ഒരു നഗരം, ഒരു പ്ലാന്റ് സിറ്റി ഉണ്ടാക്കി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഗ്രാനറീസ് കാണാൻ സാധിക്കും. എന്താ മക്കളെ ഗ്രാനറീസ് എന്ന് പറയുമ്പോൾ ധാന്യം സൂക്ഷിക്കുന്ന സ്ഥലം അല്ലേ. അപ്പോൾ ഒരുപാട് നമുക്ക് സർപ്ലസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും നമുക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഗ്രാനറികൾ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ നോക്കാം. ഇവരുടെ വീടുകൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. മക്കളെ നിങ്ങൾ നോക്കിയാടാ, ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഇത് എത്ര നിലയുണ്ട് ഈ വീടിന്? 2 നിലയുണ്ടല്ലേ. സോ IBCയിൽ 2 നിലയുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും, 3 നിലയുള്ള വീടുകൾ കാണാൻ സാധിക്കും, 4 നിലയുള്ള വീടുകൾ കാണാൻ സാധിക്കും, 5 നിലയുള്ള വീടുകൾ പോലും IBCയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ചോദിക്കും, സാറേ അതിലെന്താണ് ഇത്ര അത്ഭുതം? മക്കളെ, ഇവർക്ക് ഇരുമ്പിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ലായിരുന്നു. അതായത് മക്കളെ, ഈ ഇരുമ്പ് എന്ന് പറയുന്ന ലോഹം ഉപയോഗിക്കാതെയാണ് ഈ പറയുന്ന 4 നില 5 നില കെട്ടിടങ്ങൾ ഇവർ പണിതിരുന്നത്. അപ്പോൾ പിന്നെ ഇതെന്താണ് നമുക്ക് ഈ ഇരുമ്പ് ഗ്രില്ല് പോലെയൊക്കെ കാണുന്നത്? ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ തടിയാണ്. തടി പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഇവർ വെച്ചേക്കുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ നിലകൾ നിർമ്മിക്കാൻ വേണ്ടിയും ഇവർ തടിയാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ വുഡൻ ഫ്രെയിമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻസാണ് അവർ ചെയ്തിരുന്നത്. ദെൻ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ മക്കളെ, ഈ വീടിന് ചുറ്റും എന്തുണ്ട്? മതിലുണ്ടല്ലേ. അതായത് ഈ വീടിൻ്റെ ഒരു വോളാണ്. നമ്മൾ ഇത് മുറിച്ച് വെച്ചേക്കുന്നതാണ്.
യഥാർത്ഥത്തിൽ ഇതിങ്ങനെ മുറിച്ചല്ല വെച്ചേക്കുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇത് കംപ്ലീറ്റ് കവേഡാണ്, ഒരു ബോക്സ് കണക്കായിരിക്കുന്നത്. സോ ഈ ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ബോക്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കവാടം കാണാം, then ഇവിടെ എന്തോ ഒരു സാധനം കാണാം. ഇത് എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് വീട്ടിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസാണ്. ഈ സ്പേസിലൂടെ വഴിയാത്രക്കാർക്ക് വീടുകൾക്കകത്തേക്ക് കയറുകയും അവിടെ നിന്ന് ഈ സൈഡിലേക്ക് വന്ന ശേഷം ഇവിടെ വെല്ലാണ്, കിണർ, ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും ശൗചാലയങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. മക്കളെ, പബ്ലിക് വാട്ടറും പബ്ലിക് ടോയ്ലറ്റും ഉണ്ടായിരുന്നു. ഇനി പുറത്തു നിന്ന് വരുന്ന മനുഷ്യന് ഈ ഒരു റൂമിനകത്ത് മാത്രമേ ആക്സസ് ഉള്ളൂ. ഇവിടെ ഒരു റൂമാണ്, ഇവിടെ ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അയാൾക്ക് വെള്ളം കുടിക്കാം, ടോയ്ലറ്റിൽ പോകാം, എന്നിട്ട് അതുപോലെ ഇറങ്ങി തിരിച്ചു പോകാം. ഇതല്ലാതെ ഈ വീടിനകവുമായി അവർക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല. ഈ വീടിനകത്തേക്ക് ആക്സസ് ഉള്ളത് ആർക്കാണ്? ഒബിയസ്ലി ഈ വീട്ടിലെ ഉടമസ്ഥർക്കായിരിക്കും അല്ലേ. ഇവർ ഏത് വഴിയാണ് വീട്ടിലേക്ക് കയറുന്നതെന്ന് അറിയാമോ മക്കളെ? അതിന് ഈ വശത്തായിട്ട്, ഈ സൈഡിലായിട്ട് അവർക്ക് ഡോറുണ്ടാകും. ഈ സൈഡിലെ ഡോറിലൂടെ ആയിരിക്കും അവർ വീടിനകത്തേക്ക് കയറുക. അതായത് നമ്മുടെ മെയിൻ റോഡ് മുന്നിലൂടെ പോവുകയാണ് എങ്കിൽ ഇവരൊരിക്കലും മെയിൻ റോഡിനെ ഫേസ് ചെയ്തുകൊണ്ട് ഇവരുടെ വീടിൻ്റെ ഡോറുകൾ വെക്കില്ല. ഞാൻ പറഞ്ഞു, ഇപ്പം ഈ കാണുന്ന നമ്മുടെ ഈ ഡോറ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് അവർക്ക് കയറാനുള്ളതല്ല, വഴിയാത്രക്കാർക്ക് കയറാനുള്ള റൂമാണ്, ഒരു വഴിയാണ്. ഇവർക്ക് കയറാനുള്ള വഴി ഇവിടെയാണ്, അത് സൈഡിലാണ്. ഈ പോക്കറ്റ് റോഡ്സിന് ഫേസ് ചെയ്തിട്ടാണ് ഇത് പൊതുവെ അവർ വയ്ക്കുക. സോ ഇതുവഴി അവർ ഉള്ളിലേക്ക് കയറും. ഇനി മറ്റൊരു കാര്യം, പുറത്തു നിന്നൊരാൾ ഈ ഡോറിലൂടെ ഉള്ളിലേക്ക് നോക്കിയാൽ വാതിൽ തുറന്നു കിടന്നാൽ പോലും അവർക്ക് വീട്ടിനകത്തേക്ക് ഡയറക്റ്റ് വിഷൻ കിട്ടത്തില്ല. കാരണം ഈ ഡോർ വഴി നേരെ എൻ്റർ ചെയ്ത് നേരെ നോക്കിയാൽ കാണുന്നത് ചുമരാണ്. ഓക്കെ, ദെൻ ഈ ചുമര് കടന്ന് ഈ സൈഡിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, വീട്ടിനകത്തേക്ക് കയറുന്നത് എന്നുള്ളതാണ്. സോ നേരെ വീട്ടിനകത്തേക്ക് കാഴ്ച കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രൈവസി എന്ന് പറയുന്ന സാധനത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാരാണ്. സോ പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ IBC പീപ്പിൾ. സോ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുക. പ്രൈവസിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ലക്ഷണം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ഈ വീടിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കോർട്ട്യാർഡുകൾ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ നടുമുറ്റം എന്നൊക്കെ പറയുന്ന ഒരു സാധനം നടുവിൽ കാണാൻ സാധിക്കും. ഈ കോർട്ട്യാർഡിനെ ചുറ്റിയായിരിക്കും മറ്റു റൂമുകൾ നിർമ്മിച്ചിരിക്കുക. ഓക്കെ, സോ നടുവിൽ കോർട്ട്യാർഡാണ്, ഇതിന് ചുറ്റും ഇവിടെ റൂമുണ്ട്, ഇങ്ങനെ. പൊതുവെ താഴത്തെ നിലയൊക്കെ വർക്കിംഗ് ഏരിയാസ് ആയിരിക്കും, ആൾക്കാർ താമസിക്കുന്നതൊക്കെ മേലെയുള്ള നിലകളിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വീട്ടിൻ്റെ ആർക്കിടെക്ചർ. നമുക്കിതാ മേലെ നിന്ന് നോക്കിയാൽ കാണാം, ഇത് ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് എൻ്റർ ചെയ്യാവുന്ന ഇതാണ്. ഇവിടെ മതിൽ കെട്ടിയിരിക്കുകയാണ്, അഥവാ ചുമര് കെട്ടിയിരിക്കുകയാണ്. സോ ഇതിനകത്ത് മാത്രമേ ഇവർക്ക് ആക്സസ് ഉള്ളൂ. ഇവിടെ ടോയ്ലറ്റും മറ്റുമൊക്കെ ഉണ്ടാവും. ചില വീടുകളിൽ ഈ കിണറിലേക്ക് വെള്ളം കോരി കുടിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകിച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, കിണർ പ്രത്യേകിച്ച് യൂസ് ചെയ്യാം. ഇതല്ലാതെ വീടിലേക്ക് ഉള്ള ആക്സസ് ഈ സൈഡിലൂടെ ആയിരിക്കും. ഇതാണ് IBCയിലെ വീടുകൾ. ദെൻ മക്കളെ, നമ്മൾ ഗ്രിഡ് പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് സിറ്റി UAEയിലെ ഒരു സിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. UAEയിലെ സിറ്റി നിങ്ങൾ കണ്ടല്ലോ, ഇതിലെ റോഡുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോടാ മക്കളെ. ഇതെന്താണ്? ഇതൊരു മെയിൻ റോഡാണ്, ഇത് പോക്കറ്റ് റോഡാണ്. കണ്ടോ, കൃത്യം 90 ഡിഗ്രിയിലല്ലേ അത് വന്ന് കട്ടാവുന്നത്. സോ ഇതാണ് നമ്മൾ ഈ പറയുന്നത്. ഇവിടെ നോക്കി കണ്ടോ, ഇതാണ് ഗ്രിഡ് പാറ്റേൺ. ഓക്കെ, സോ ഈ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. സോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ബന്ധപ്പെടുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് കാണുന്നത് വരെ ബൈ, ടാറ്റ, അടിപൊളിയായിട്ടിരിക്കും.